NSDL പുറത്തുവിട്ട കണക്ക് പ്രകാരം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറുകയും 4784 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. മെയ് മാസത്തെ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ അവിടെ 18,620 കോടി രൂപയുടെ ബൈയിങ് ആയിരുന്നു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച 4,800 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ ഇതുവരെയുള്ള ഡേറ്റ പരിശോധിച്ചാൽ 13,835 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഹെവി സെല്ലിംഗ് നടന്നു. 10,000 കോടി രൂപയിലധികമുള്ള സെല്ലിംഗ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. 2025 വർഷത്തിൽ ഇതുവരെ 98,516 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വഴിയല്ല, മറിച്ച് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അനിശ്ചിതത്വം മൂലമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ജാഗ്രത പാലിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ സെല്ലിംഗ് നടത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ബോണ്ട് മാർക്കറ്റിലുണ്ടായിരിക്കുന്ന ചാഞ്ചാട്ടമൊക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ സെൽ ആക്ടിവിറ്റിയെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. ഇനി ഇതുവരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 2025 ശേഷം 2025 ജനുവരി മാസത്തിൽ 78,027 കോടിയുടെ സെല്ലിംഗ് ആയിരുന്നു നടത്തിയത്. ഫെബ്രുവരി മാസത്തിൽ 34,574 കോടിയുടെ സെല്ലിംഗ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നടത്തി. മാർച്ച് മാസത്തിൽ 3,973 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ 4,223 കോടി രൂപയുടെ ബൈയിങ് നടത്തി നെറ്റ് ബയറായി മാറിയിരുന്നു. മെയ് മാസത്തെ ഡേറ്റയിൽ സെല്ലിംഗ് ഇതേ കണക്ക് പോവുകയാണെങ്കിൽ മാർജിനൽ സൈഡിലുള്ള ബൈയിങ് ആയിരിക്കും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മെയ് മാസത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്താൻ പോകുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അനിശ്ചിതത്വവും ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസികളുമൊക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ സെൽ ആക്ടിവിറ്റിയെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 24,800 എന്ന ലെവൽ തിരികെ പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ട്രേഡിംഗ് സെഷനുകളിൽ പല സ്റ്റോക്കുകളിലും ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിനെ തുടർന്ന് ട്രെൻഡ് റിവേഴ്സൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സെക്ടറായിരുന്നു റെയിൽവേ സെക്ടർ. പക്ഷേ കഴിഞ്ഞ ആഴ്ച റെയിൽവേ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മൊമെൻറ്റം കാണാൻ സാധിച്ചില്ല. കഴിഞ്ഞ ആഴ്ചയോടുകൂടി റെയിൽവേ സെക്ടറിലെ പ്രത്യേകിച്ചും റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരികയും ചെയ്തു. ലോങ് ടൈമിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതും ഓൾ ടൈമിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായതുകൊണ്ട് റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ 3 സ്റ്റോക്കുകളെക്കുറിച്ചും ആ 3 സ്റ്റോക്കുകളിൽ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു സ്റ്റോക്കിനെക്കുറിച്ചുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ RVNL, ഇർകോൺ ഇൻ്റർനാഷണൽ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ 3 സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 77 കോടിയിൽ നിന്നും 113 കോടിയിലേക്ക് ഉയരുകയും 46% വളർച്ച കൈവരിക്കുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 57% വർദ്ധിച്ച് 832 കോടിയിൽ നിന്നും 1,308 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 53% വർദ്ധിച്ച് 180 കോടിയായി ഉയരുകയും എബിറ്റ മാർജിൻ 27 ബേസിസ് പോയിന്റ് ഉയർന്ന് 13.73% ഉയരുകയും ചെയ്തു. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ, VPN, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതും റെയിൽ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ടതുമായ ഒരു കമ്പനിയാണ് റെയിൽടെൽ എന്ന സ്റ്റോക്ക്. ഇവിടെ റെയിൽടെൽ എന്ന കമ്പനിയുടെ ROE 21.8%, ROCE 16.5%, 35.4% CAGR കൂടിയുള്ള വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇനി RVNLൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ RVNLൻ്റെ പെർഫോമൻസ് റെയിൽടെല്ലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര മികച്ചതായിരുന്നില്ല. RVNLൻ്റെ പ്രോഫിറ്റ് 4% ഇടിഞ്ഞ് 459 കോടിയും റവന്യൂ 4% ഇടിഞ്ഞ് 6,427 കോടിയുമായിട്ടാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ RVNLൻ്റെ എബിറ്റ 5% ഇടിഞ്ഞ് 432 കോടിയായി മാറുകയും എബിറ്റ മാർജിൻ 6.8%-ൽ നിന്നും 6.7%-ആയി ഇടിയുകയും ചെയ്തു. RVNLൻ്റെ ROE 14%, ROCE 14.7%. ഇർകോൺ ഇൻ്റർനാഷണലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും ഒരൽപ്പം വീക്ക്നെസ് പ്രകടമായിരുന്നു. കമ്പനിയുടെ റവന്യൂ 10% ഇടിഞ്ഞ് 3,412, പ്രോഫിറ്റ് 15% ഇടിഞ്ഞ് 211 കോടിയുമായി രേഖപ്പെടുത്തി. കൂടാതെ കമ്പനിയുടെ മാർജിനിലും ഇടിവ് പ്രകടമായിരുന്നു. ഇർകോൺ ഇൻ്റർനാഷണലിൻ്റെ ROE 11.9%, ROCE 12.1%. ഈ 3 കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് വ്യക്തമാകും റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്ക് മറ്റ് 2 കമ്പനികളെക്കാളും മികച്ച പെർഫോമൻസ് ആണ് ഈ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന തീമിൽ വളരെയധികം ശക്തമായ പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ശക്തമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്
റെയിൽടെൽ എന്ന സ്റ്റോക്ക്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും റെയിൽടെൽ എന്ന സ്റ്റോക്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. റെയിൽടെലിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ബുള്ളിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് റെയിൽടെൽ എന്ന സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 375 അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ 340 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 420, 430 പോലുള്ള ടാർഗറ്റുകൾ നമ്മൾക്ക് എയിം ചെയ്യാവുന്നതാണ്. അതേസമയം RVNL 380-നും 420-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ RVNLനേക്കാളും ഇർക്കോൺ ഇൻ്റർനാഷണലിനേക്കാളും മികച്ച രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് റെയിൽടെൽ എന്ന സ്റ്റോക്കിൽ പ്രകടമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.